13 സീറ്റുകളിലേക്ക് താഴ്ന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ നേരെ തിരിച്ചായിരുന്നു. 23 എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിനായിരുന്നെങ്കിൽ 13 മാത്രമായിരുന്നു അവിടെ എൻ ഡി എക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നേരെ അത് തിരിഞ്ഞിരിക്കുന്നു. 9 സീറ്റുകൾ ഇന്ത്യ സഖ്യത്തിന് നഷ്ടമാകുമ്പോൾ അവിടെ 9 സീറ്റുകൾ അധികമായി. ആ 9 സീറ്റുകളും എൻ ഡി എ സഖ്യത്തിലേക്ക് നേടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് മിഥിലയാണ്. മിഥില കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യത്തിന് വലിയ മുന്നേറ്റമുണ്ടായ സ്ഥലമായിരുന്നു. ആ മിഥിലയിൽ ഇത്തവണയും എൻ ഡി എ സഖ്യം ആ മുന്നേറ്റം കുറെ കൂടി ആ മുന്നേറ്റത്തിന് ശക്തി കൂട്ടിയിരിക്കുന്നു. 23 സീറ്റുകളിൽ മുന്നേറുമ്പോൾ 7 സീറ്റുകൾ മാത്രമാണ്. അവിടെ 6 സീറ്റുകളാണ് അധികമായി നേടിയിരിക്കുന്നത് എൻ ഡി എ സഖ്യം. ഇന്ത്യ സഖ്യത്തിന് 5 സീറ്റുകളിൽ അവർ പിന്നാക്കം പോയിരിക്കുന്നു. മറ്റുള്ളവർക്കായിരുന്നു അന്ന് 1 സീറ്റ് അവിടെ ലഭിച്ചത്. AAM-നടക്കം ലഭിച്ച സീറ്റാണ്. ആ സീറ്റിൽ നിന്ന് അതും കൂടി ഇന്ത്യ സഖ്യമാണ് ഇത്തവണ നേടിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് സീമാഞ്ചലാണ്. സീമാഞ്ചൽ മേഖല ഈ AAM-നൊക്കെ നിർണായകമായ സ്വാധീനമുള്ള മേഖലയാണ്. ദളിത് വോട്ട് ബാങ്കുകളും അതോടൊപ്പം മുസ്ലിം വോട്ട് ബാങ്കുകളും നിർണായകമായ സ്ഥലമാണ്. അവിടെ ഇത്തവണ വലിയ മുന്നേറ്റം ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു. കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യത്തിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരുന്നു. അവിടെ ഏറ്റവും വലിയ വോട്ട് കട്ടറായി നിന്നത് അസദുദ്ദീൻ ഒവൈസിയുടെ AAMIM ആയിരുന്നു. ആ AAMന് ഇത്തവണ ആ മട്ടിൽ വോട്ട് കട്ടറായി നിൽക്കാൻ കഴിയുന്നില്ല. ആ സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് ഇത്തവണ ഇന്ത്യ സഖ്യത്തിനൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏറെ പിന്നിൽ പോയ സീമാഞ്ചൽ മേഖലയിൽ എന്തായാലും മുസ്ലിം വോട്ടിൽ കാര്യമായ രീതിയിൽ RJDക്ക് ഒരു പിന്നാക്കാവസ്ഥ ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ദളിത് വോട്ടുകളിൽ അങ്ങനെ ഒരു പിന്നാക്കാവസ്ഥ ഉണ്ടാവുന്നില്ല. അവിടെ പ്രത്യേകിച്ച് OBC വിഭാഗത്തിന് വലിയ ശക്തിയുള്ള മേഖല കൂടിയാണ് ഈ സീമാഞ്ചൽ മേഖല. സീമാഞ്ചൽ മേഖലയിൽ ആകെ 6 മേഖലകളിൽ സീമാഞ്ചൽ മേഖലയിൽ മാത്രമാണ് NDAയും ഇന്ത്യ സഖ്യവും പിടിച്ചു നിൽക്കുന്നത്.